ന്യൂസിലാൻഡ് കുറെ പേർക്ക് പിയർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥനയാവാം ആണെങ്കിൽ ഉണ്ടല്ലേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 ക്ലാസ് സ്പീക്കിംഗ് റീഡിംഗ് മുടിയൊക്കെ മുടിയൊക്കെ ലെവലെത്തി വെട്ടണല്ലേ. പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് because you have talent. Okay, so in this video, we'll be talking about why you chose to go to New Zealand, and even before that, how it all got started, your IELTS journey, and literally all the stuff. Okay. And ഇടയിൽ നമുക്ക് മലയാളം യൂസ് ചെയ്യാം. We can use a mix of Malayalam and English. നമ്മളുടെ പ്രിഫറൻസ് വെച്ചിട്ട്. Okay. Okay, no worries. So, hi, Mr. Deepak Gaurachan. So, why don't you introduce yourself? ചേട്ടനെ ആർക്കും അറിയില്ല, ചേട്ടൻ ന്യൂസിലാൻഡിലാണ്. സോ ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ് ഒന്ന് തരാം. My name is Deepak Kaurachan. Basically, I'm from Angamari, and I completed in BTech in electronics engineering from Adishangara in 2016. That's all about me. Okay, so right now, what are you doing? Right now, I do bachelor's same in the field of electrical engineering in Manukau Institute of Technology in New Zealand. Okay, so how did this thought of study abroad come into your mind, or who gave you the idea? The first thing, actually, after my graduation, most of the times I work in the electrical field rather than the electronics. That times I have more than 3 years experience in the field of solar energy. That field is completely related to electrical, especially in India. Now, if I want to do the electrical projects or electrical work, definitely I want to some electrical license. Almost എല്ലാ കമ്പനീസ് ഈവൻ ടാറ്റ ആയാലും KCB പ്രൊജക്ട് എടുക്കണമെങ്കിലും ഇലക്ട്രിക്കൽ ലൈസൻസ് പെർഫെക്റ്റ് കാണുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ BTech ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. എനിക്ക് ഇലക്ട്രിക്കൽ ലൈസൻസ് ഇല്ല, പക്ഷെ മെജോറിറ്റി ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രിക്കൽ ഫീൽഡാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഓൾമോസ്റ്റ് ഇലക്ട്രോണിക്സ് BTech ചെയ്തവർക്ക് അറിയാം, അല്ലെങ്കിൽ ഡിപ്ലോമ ചെയ്തവർക്ക് അറിയാം. ഓൾമോസ്റ്റ് സബ്ജക്ട്സ് ആർ സെയിം, സം സബ്ജക്ട്സ് ആർ ഓൺലി ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു എയിമിലാണ് അഗൈൻ ബാച്ചിലേഴ്സ് ക്രെഡിറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ന്യൂസിലാൻഡിൽ. അതുകൊണ്ട് ചൂസ് ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് ന്യൂസിലാൻഡ് ചൂസ് ചെയ്തത് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് റീസൺ, എന്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്, എനിക്കൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും. ദാറ്റ്സ് എ മേജർ റീസൺ. അതർവൈസ് എന്തായാലും ജർമ്മനി ആയിരുന്നു ഓപ്റ്റ് ചെയ്തത്. Okay, and I think you were a പഠിപ്പ് in school and college, right? No way. പോടാ. അല്ല, you were kind of a പഠിപ്പ്, right? And no. പോടാ, BTech ജസ്റ്റ് പാസ്. ഓക്കെ, സോ ഏത് വർഷത്തില 2016 തന്നെയാണോ സ്റ്റഡി അബ്രോഡ് ജേർണി തുടങ്ങിയത്, അതോ എപ്പോഴാ തുടങ്ങിയത്? ഞാൻ ശരിക്കും ജേർണി തുടങ്ങിയത് കൊറോണയുടെ സ്റ്റാർട്ടിംഗ് ടൈം ആയിരുന്നു. ഏകദേശം 2019 ഡിസംബർ നവംബർ ആ സമയത്തായിരുന്നു ശരിക്കും. ആ സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് IELTS ബേസിക് എന്റെ കോഴ്സിന് ഓവറോൾ 6 മതിയായിരുന്നു. ആ സ്കോർ ആയിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ. ആ സ്കോർ വെച്ച് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു ബോർഡർ വന്ന് ക്ലോസ് ചെയ്തു. അങ്ങനെ എനിക്ക് ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോളാർ എനർജി ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് വീണ്ടും എന്റെ IELTS ടൈമിൽ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് എന്റെ പ്രോസസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ന്യൂസിലൻഡ് തന്നെയായിരുന്നു എന്റെ മെയിൻ എയിം. കാരണം സിസ്റ്റർ ഉള്ളതുകൊണ്ടാണ്. അതിന് ബോർഡർ ജസ്റ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. 2020 കഴിഞ്ഞു, 2021 കഴിഞ്ഞു, അപ്പോഴേക്ക് IELTS കഴിഞ്ഞു. അതിന് വീണ്ടും IELTS. ആ സമയത്താണ് നിന്നെ പരിചയപ്പെടുന്നത് ടെലഗ്രാമിൽ. അങ്ങനെ ഞാൻ IELTS ആ സമയത്ത് IELTS ടച്ചൊക്കെ വിട്ടുണ്ടായിരുന്നു.
ഉം, ഉം. നിന്റെ ഒരു മേജർ ഹെൽപ്പ് കൊണ്ട് തന്നെ സ്പീക്കിങ്ങിന് 7 കിട്ടിയെന്ന് ആ ടൈമിൽ എഴുതിപ്പോ. അങ്ങനെ 2022 എന്തെങ്കിലും ഒന്നോടെ LTC എഴുതി. ഉം, അപ്പൊ തന്നെ ജോലിക്ക് കയറി കേട്ടോ. സോളാർ എനർജി ഫീൽഡിൽ തന്നെ വേറൊരു കമ്പനിയിൽ ഒരു MNC വർക്ക് ചെയ്തു. ഉം, കറക്റ്റ് 1 ഇയർ ആയി കഴിഞ്ഞപ്പോ ഞാൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉം, ഏജൻസി വഴി, എറണാകുളത്ത് ഒരു ഏജൻസി വഴി ഉം, പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു. ഉം, അതിന്റെ ഒപ്പം തന്നെ ഒരു സെക്കൻഡറി പ്ലാൻ ആയിട്ട് ഞാൻ ജർമ്മനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പബ്ലിക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിൽ ഉം. റീനവൽ എനർജി MS കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഇത് ബോർഡർ ക്ലോസ് അപ്പുറം വൈകിയോണ്ട് ഞാൻ ജർമ്മനി കയറി പോകേണ്ട ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് APS ജർമ്മനി വേണമെന്ന് പറഞ്ഞത്. ഉം. അപ്പൊ മാർച്ചിൽ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ശരിക്കും ഇപ്പൊ ജർമ്മനി ഇരിക്കേണ്ടതാണ് ശരിക്കും. കാരണം മാർച്ചിലേക്ക് കയറി പോയിരുന്നതായിരുന്നു. അപ്പൊ ആ ഇൻടേക്ക് APS വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഉം. ഓൾറെഡി കോഴ്സ് എൻറോൾമെന്റ് ചെയ്തു. ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ഒരു 2 ആഴ്ച 3 ആഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തു ജർമ്മനിയുടെ. ഉം. അതിന് പിന്നെ ന്യൂസിലാൻഡ് ബോർഡർ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, ഇനി ജർമ്മനി പോയിട്ട് ഇനി ഒന്നുകൂടി അടുത്ത ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് കൂടി ഗെയിൻ പഠി- ചെയ്യണ്ടേ. ഉം. ആ അപ്പൊ ന്യൂസിലാൻഡ് തന്നെ ഓപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഉം. അങ്ങനെ ഞാൻ ഇപ്പോഴും എന്റെ അഡ്മിഷൻ കിടക്കുന്നുണ്ട് ജർമ്മനിയിൽ. അത് ജസ്റ്റ് ഡെഫർ ചെയ്തൊക്കെ കാണും. എനിക്ക് ഇനി അടുത്ത ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ കയറി പോകാൻ പറ്റും ജർമ്മനിലേക്ക്. ഉം. ഞാൻ ജസ്റ്റ് ഡെഫർ ചെയ്തിട്ടൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി പോകുന്നു, ബാച്ചിലേഴ്സ് ഉം. ക്രെഡിറ്റ് ആയിട്ട്. ഓക്കെ, സോ നമുക്കിനി IELTSക്ക് കിടക്കാം. സോ IELTSന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഡിഫിക്കൽട്ട് ആയിരുന്നു? ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ അത്യാവശ്യം നോളജ് ഉണ്ടായിരുന്നു, അതോ കൈൻഡ് ഓഫ് എ ന്യൂബി ആയിരുന്നു? എങ്ങനെയായിരുന്നു? ഞാൻ ന്യൂബി അല്ലായിരുന്നു. ഞാൻ എനിക്കറിയാം, ഞാൻ ഒരു പ്രാവശ്യം എഴുതിയായിരുന്നു. അത് ആ സ്കോർ വെച്ചിട്ടായിരുന്നു ആദ്യം അപ്ലൈ ചെയ്തത്. ബേസിക് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏകദേശം ജസ്റ്റ് ബേസിക് ഐഡിയാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫ്രീ ആയിട്ട് ഇരുന്നിട്ടില്ല, ഫുൾ ടൈം വർക്കായിരുന്നു. അതായത് ഞാൻ ജോബിന്റെ ഒപ്പം തന്നെയായിരുന്നു IELTS കൊണ്ടുപോയത്. എനിക്ക് ഗ്യാപ്പ്, അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ്, 1 ഇയർ ഗ്യാപ്പ് ഉണ്ട് സ്റ്റഡീസിൽ. പക്ഷെ ഞാൻ ഒപ്പം തന്നെ വർക്ക് ചെയ്യായിരുന്നു. വർക്കിന്റെ ഒപ്പം തന്നെയായിരുന്നു കൊണ്ടുപോയത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് IELTS പ്രിപ്പറേഷൻ കംപ്ലീറ്റ്ലി ടെലഗ്രാം ആയിരുന്നു. അതെനിക്കറിയാലോ. എന്താ ടെലഗ്രാമോടെ ആയിരുന്നു ഫുള്ളും. സോ ഹൗ ഡിഡ് വി റിയലി മീറ്റ്? ടെലിഗ്രാമിൽ കൂടെ മീറ്റ് ചെയ്തതിന് മുന്നേ തന്നെ പറഞ്ഞു. സോ ലൈക്ക് എങ്ങനെ മീറ്റ് ചെയ്തത്, പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്? ഡെയിലി എല്ലാ മൊഡ്യൂളും ചെയ്യായിരുന്നു. ഏകദേശം ഒരു 1.5 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മന്തും 4 മൊഡ്യൂൾ ചെയ്യായിരുന്നു, സ്പീക്കിംഗ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് എടുത്തു, പാസ്സായി. ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്ത്? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫസ്റ്റ് IELTS ചെയ്തപ്പോ എനിക്ക് സ്പീക്കിംഗ് 6 ആയിരുന്നു. അതെ അതെ. പിന്നെ ടെലഗ്രാമിൽ വഴി ഒരു ചാനൽ വഴി നിന്നെ പരിചയപ്പെട്ടു. പിന്നെ നീ ടിപ്സ് ഒക്കെ പറഞ്ഞു എങ്ങനെയാ സ്പീക്കിങ്ങിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും, കുറെ ഈസി ടിപ്സ്. പിന്നെ ഡെയിലി പ്രാക്ടീസും. ഏകദേശം എനിക്ക് ലാസ്റ്റ് എക്സാമിന് ഒരാഴ്ച, ഒരു 3 ദിവസം നിന്റെ ലാസ്റ്റ് ടൈമിൽ 3 ദിവസം നിന്റെ അപ്പോൾ പ്രാക്ടീസും എനിക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്തു. അതിന്റെ സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ 6 അല്ലെങ്കിൽ IELTS സ്റ്റുഡൻസിനുള്ള ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്താ? അഡ്വൈസ് കൺസിസ്റ്റൻസി ആൻഡ് കീപ് പ്രാക്ടീസിങ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, എന്നിട്ട് IELTS കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? ആൻഡ് IELTS പറഞ്ഞപ്പോളാ സേ ഹൈ ടു എവലിൻ. ഹായ് എവലിൻ, ഹൗ ആർ യു? ഓക്കെ, എന്നിട്ട് എന്താ? IELTS കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ജോലിക്ക് കയറിയാൻ. ഞാൻ IELTS അപ്ലൈ ചെയ്ത് അതിന്റെ ഒപ്പം തന്നെ വേറെ കമ്പനിക്ക് ജോബിനും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്നൈയിലെ ഒരു കമ്പനിയിലേക്ക് IELTS കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച തന്നെ എനിക്ക് IELTS മുമ്പ് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഒരാഴ്ച ഡെഫർ ചെയ്തിട്ട് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച തന്നെ ഞാൻ ജോലിക്ക് കയറി ചെന്നൈയിലെ. പിന്നെ ജോലി തന്നെയായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ പിന്നെ ഞാൻ ജസ്റ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ന്യൂസിലാൻഡിലേക്കുള്ളത്. പിന്നെ ഞാൻ ന്യൂസിലാൻഡിലേക്ക് സെക്കൻഡറി ഓപ്ഷൻ ജർമ്മനി ഉള്ളതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ന്യൂസിലാൻഡ്. ഇൻ കേസ് ന്യൂസിലാൻഡ് ഫണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ നമുക്ക്.
മന്ത് മെച്യൂരിറ്റി പീരീഡ് വേണം. എനിക്ക് സിസ്റ്റർ ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്യൂസ് വന്നില്ല. ഞാൻ ലോൺ പാസ്സാക്കിയ എമൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് സിസ്റ്ററിന്റെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ വലിയ പേടിക്കേണ്ടി വന്നില്ല. അപ്പൊ എനിക്ക് ആദ്യം ഇൻടേക്ക് ജൂലൈ ഇൻടേക്ക് ആയിരുന്നു. ജൂലൈ ഇൻടേക്കിലേക്ക് ഞാൻ ആദ്യം മുമ്പ് എന്റെ ഓഫർ ലെറ്റർ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത് ഞാൻ അപ്ലൈ ചെയ്തപ്പോ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടാൻ ഭയങ്കര ലേറ്റ് ആയി. കാരണം എനിക്ക് ആദ്യത്തെ ഫീസ് 1 ഇയർ ഏകദേശം 24,000 സംതിങ്, ഏകദേശം 12 ലക്ഷമായിരുന്നു. അത് ഒറ്റയടിക്ക് ഇവര് 16 ലക്ഷത്തേക്ക് മാറ്റി. 4 ലാഖിന്റെ ഡിഫറൻസ് വന്നു. അപ്പൊ ഈ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടി ഡിലേ വന്നു. ഏകദേശം ഒരു 2 മാസം 3 മാസമൊക്കെ എടുത്തായിരുന്നു ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ട് വിസ പെട്ടെന്നായിരുന്നു. ഇപ്പൊ വിസ എനിക്കൊരു 1 മാസത്തിനുള്ളിൽ തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. വിസ കിട്ടി. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ കമ്പനി റിസൈൻ ചെയ്തിട്ടുണ്ടായില്ല. എനിക്ക് ഒരു പാലക്കാടോ എവിടെ കണ്ടായിരുന്നു സൈറ്റിലുള്ളപ്പോൾ വിളിച്ചു പറഞ്ഞു എനിക്ക് വിസ വന്നു. എന്നിട്ട് APS എന്റെ പേര് പറഞ്ഞില്ല, AIP ഒന്നു പറഞ്ഞു. ഫീസ് ഉടനെ അടയ്ക്കണമെന്ന് പറഞ്ഞു. സാധാരണ 2 രീതിയിലാണ്. ഒന്ന് AIP വന്നു കഴിഞ്ഞാൽ FTS ട്രാൻസ്ഫർ ചെയ്യണം. എനിക്ക് FTS ട്രാൻസ്ഫർ ചെയ്യാൻ തോന്നില്ല, കാരണം സിസ്റ്റർ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ എനിക്ക് ഫീസ് മാത്രം അടച്ചാൽ മതി. ആ റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ APS കൊണ്ട് മാറിപ്പോണം. ജർമ്മനിയുടെ AIP വന്നുകൊണ്ട് ഫീസ് അടച്ച റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് വിത്തിൻ 2 ഡേയ്സ് എനിക്ക് വിസ കിട്ടി. അതിന് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. വിസ 2 ദിവസം തന്നെ എനിക്ക് വർക്ക് ചെയ്യണമായിരുന്നു. 3 ദിവസം വർക്ക് ചെയ്യണമായിരുന്നു. 3 ദിവസം വർക്ക് ചെയ്തു, പിറ്റേ ദിവസം പർച്ചേസ് ചെയ്തു, 4ാമത്തെ ദിവസം ന്യൂസിലൻഡിലേക്ക് എത്തി. അങ്ങനെയായിരുന്നു. സ്പീഡായിരുന്നു. എന്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയായിരുന്നു ഓൾറെഡി 2 ആഴ്ച 3. ഓക്കെ, ന്യൂസിലാൻഡിൽ ആദ്യത്തെ ഇപ്പൊ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ എക്സ്പെക്ടേഷൻ ഓക്ലാൻഡ് സിറ്റി ഇറ്റ്സ് ലൈക്ക് മുംബൈ, അതൊക്കെയായിരുന്നു എന്റെ എക്സ്പെക്ടേഷൻ. ബട്ട് ശരിക്കും പറഞ്ഞാൽ ഒറ്റ മനുഷ്യനുണ്ടായില്ല. ഞാൻ എയർപോർട്ടിന് പുറത്തേക്ക് അല്ല സിറ്റി എന്നാൽ തണുപ്പെന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്നെ മീറ്റ് ചെയ്യാൻ വന്നു. അപ്പൊ അവനാണ് പിക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇപ്പൊ നമ്മളിപ്പോ എറണാകുളത്ത് കൂടെ ഒരു 12 മണി സമയത്തേക്ക് കാറിൽ പോവാണെങ്കിൽ ആരും കണ്ടില്ല എന്ന് എങ്ങനെ ആ എക്സ്പെക്ടേഷൻ. ഒറ്റ മനുഷ്യനുണ്ടായില്ല. അതായത് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്റെ വീട്ടിലേക്ക്. ഒരു വണ്ടി അങ്ങനെ കൊണ്ടുവന്നുള്ളൂ, ഒരു കാറ് കൊണ്ട് പുറത്ത് ഇറങ്ങിയിട്ട്. വളരെ ആൾക്കാരെണ്ണം വളരെ കുറവായിട്ടായിരുന്നു പോപ്പുലേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറെ സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടാണ്, ന്യൂസിലാൻഡ് നല്ലൊരു ഓപ്ഷൻ ആണോ? അതും ഞാൻ ഇപ്പൊ കേട്ടേക്കണതും എന്താ വെച്ചാ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ വേണ്ടിവരും ടു സപ്പോർട്ട് യു ഫിനാൻഷ്യലി ആൻഡ് ഇൻ അതർ വേസ്. സോ അത് എത്രത്തോളം ശരിയാണ്? അല്ലാണ്ട് ഒറ്റയ്ക്ക് തന്നെ ന്യൂസിലാൻഡ് പോകാൻ പറ്റുമോ? അതെങ്ങനെയാണ് ചേട്ടന് തോന്നുന്നത്? ചേട്ടന്റെ എക്സ്പീരിയൻസ് എന്താ? എനിക്ക് തോന്നുന്നത് കോഴ്സിന് ഡിപ്പെൻഡ് ആയിട്ടോ. നമ്മള് ന്യൂസിലാൻഡ് ഓപ്റ്റ് ചെയ്യണവര്, എന്റെ ഒരു യാത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ടില്ല. 3 മന്ത് അല്ലേ ഇവിടെ ആയിട്ടുള്ളൂ. ചിത്രം ആയത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കോഴ്സ് ഗ്രീൻ ലിസ്റ്റിലായിരിക്കും. അതായത് ഇവിടെ കുറച്ച് ഡിമാൻഡുള്ള കോഴ്സുകളുണ്ട്. ആ ഗ്രീൻ ലിസ്റ്റിലുള്ള കോഴ്സിലാണെങ്കിൽ ഫാർ ബെറ്റർ. നമുക്ക് ഇപ്പത്തെ നിലവിൽ പോയിന്റ് ബേസ് ലിസ്റ്റാ. 6 പോയിന്റ് നമുക്ക് വേണം PR കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ലെവൽ 7 റിലേറ്റഡ് കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 പോയിന്റ് കിട്ടുന്നത്. നമുക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ആവണം. ഇപ്പൊ ലെവൽ 8 ആണെങ്കിൽ 4 പോയിന്റ് കിട്ടും, നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസ്. മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 പോയിന്റ് 1 ഇയർ എക്സ്പീരിയൻസ്. അത് ഗ്രീൻ ലിസ്റ്റ് ഇല്ലാത്ത കോഴ്സുകളാണ്. ഏത് കോഴ്സ് ആയാലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഇത്ര ലിമിറ്റഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു മാനേജ്മെന്റ് ലെവല്, അത് ഇപ്പൊ മാസ്റ്റേഴ്സിങ് ചെയ്യുമ്പോൾ നമ്മുടെ പൊസിഷൻ ഹയർ ആയിരിക്കുമല്ലോ എന്തായാലും. ലെവലുള്ള ജോബ് കിട്ടാൻ നാട്ടിൽ എനിക്കൊന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ജോബ്സ് ഓൾമോസ്റ്റ് ട്രേഡിലിട്ടാ. ഇപ്പൊ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, കൺസ്ട്രക്ഷൻ്റെ ഒക്കെ അങ്ങനത്തെ ഹെൽത്ത് കെയർ, ഒരു ട്രേഡ് ബേസ്ഡ് ജോബ്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഹൈ സ്കിൽഡ് എന്ന് പറഞ്ഞാൽ ഹൈ മാനേജ്മെന്റ് റിലേറ്റഡ് ജോബ്സ് ഇവിടെ വളരെ കുറവാണ്. പിന്നെ വേറൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത്, ഇവിടെ എല്ലാവരും സെൽഫ് സഫിഷ്യന്റാ. ഇപ്പൊ ഒരു ഷോപ്പ്, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, ഇപ്പൊ നാട്ടിലൊരു ഷോപ്പ് എടുക്കുകയാണെങ്കിൽ
അവിടെ ബില്ല് ചെയ്യാൻ ഒരാള്, ആ എടുത്തു കൊടുക്കാൻ ഒരാള്, സ്റ്റാഫ്. ഒരു മീഡിയം ഒരു സൂപ്പർ മാർക്കറ്റ് എടുത്താൽ മതി. പക്ഷെ ഇവിടെ ആണെങ്കിൽ അയാൾ തന്നെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എടുത്തൊടുക്ക് ബില്ല് ചെറിയ ഒരു ഷോപ്പാണെങ്കിൽ ചിലപ്പോ ഒരു എംപ്ലോയറെ ഉണ്ടാവുള്ളൂ. ഒരു പെട്രോൾ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പെട്രോൾ പമ്പ്. നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പില് കുറെ ആൾക്കാരുണ്ട്. ഇവിടുത്തെ പെട്രോൾ പമ്പില് ഇപ്പൊ ഒരു 5 ഫ്യൂൽ അടിക്കുന്നത്, 6 ഫ്യൂൽ അടിക്കുന്നത് പമ്പുള്ള സ്ഥലത്ത് ആയിപ്പോലും അവിടെ ബില്ലിന്റെ അവിടെ ഇരിക്കുന്നത് ഒരാളുണ്ടാവുള്ളൂ. അയാൾ ഫുൾ കൺട്രോളിങ്. അപ്പൊ തന്നെ നമുക്കറിയാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് പാർട്ട് ടൈം കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. കുറവാ. എന്നാൽ കുറവെന്ന് ഉദ്ദേശിച്ചത് കുറവല്ല, പക്ഷെ നമ്പർ ഓഫ് പീപ്പിൾ ഒരു പൊസിഷൻ കടയിലുള്ളത് വളരെ കുറവാണ്. പക്ഷെ KFC, മക്ഡൊണാൾഡ്സ് റിലേറ്റീവ്സ് ഉണ്ട് എന്താ ഗുണം ന്യൂസിലാൻഡ്? എന്നിട്ട് ന്യൂസിലാൻഡിൽ ഇപ്പൊ റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ട് എന്താ ഗുണം? മെയിൻ ഗുണം നമുക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും. അതാണ് മെയിൻ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പിന്നെ വേറെ നമുക്ക് എന്തെങ്കിലും നീഡിയായിട്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അവരെ കോൺടാക്ട് ചെയ്യാം. നമ്മളൊരു സേഫ് സോണിലാണെന്ന് നമുക്ക് തോന്നും. ഓക്കെ. പിന്നെ PR ഓപ്ഷൻസ് എങ്ങനെയാ? കാനഡേനെക്കാട്ടും അല്ല UK-നെക്കാട്ടും ബെറ്റർ ആണോ? അതെന്താണ്? ഇപ്പൊ റീസെന്റ് ന്യൂസിലാൻഡ് കുറെ പേർക്ക് PR കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പിക്കാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് PR അപ്ലൈ ചെയ്യാൻ പറ്റും. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ എല്ലാ ജോബ് പൊസിഷനും 2 കാറ്റഗറി ഉണ്ട്, Tier 1 ആൻഡ് Tier 2. അപ്പൊ Tier 1 കാറ്റഗറിയിൽ ഗ്രീൻ ലിസ്റ്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഇപ്പത്തെ നിലവിൽ നിയമം അനുസരിച്ചിട്ട് നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് PR അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം, 6 പോയിന്റ് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം പറയാം, മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 പോയിന്റ് കിട്ടും. എന്നിട്ട് ആ സെയിം മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ആ സെയിം ഫീൽഡിൽ 1 ഇയർ എക്സ്പീരിയൻസ് 6 പോയിന്റ് ഇട്ട് നമുക്ക് ഡയറക്റ്റ് PR അപ്ലൈ ചെയ്യാൻ പറ്റും. ലെവൽ 8 ആണെങ്കിൽ നമുക്ക് ഏകദേശം 4 പോയിന്റ് കിട്ടും, 2 ഇയർ എക്സ്പീരിയൻസ് സെയിം ഫീൽഡ്. 6 പോയിന്റ് വെച്ചിട്ട് നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. ലെവൽ 7 ആണെങ്കിൽ 3 പോയിന്റ് 3 ഇയർ എക്സ്പീരിയൻസ്. അങ്ങനെ നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കാറ്റഗറി. പിന്നെ PhD ഒക്കെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് PR വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ചെയ്യാൻ വേണ്ടി വന്നിട്ട് അവർക്ക് ഡയറക്റ്റ് PR. അപ്പൊ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് എങ്ങനെയാ? സ്റ്റേ ബാക്ക് ഇപ്പൊ ലെവൽ 7 മേലുള്ള കോഴ്സുകൾക്ക് സ്റ്റേ ബാക്ക് ഉള്ളൂ. ലെവൽ 6 താഴെയുള്ള കോഴ്സുകൾക്ക് സ്റ്റേ ബാക്ക് ഇല്ല. ആ ലെവൽ 7 കോഴ്സുകൾ അത് ഗ്രീൻ ലിസ്റ്റിലുള്ള കോഴ്സുകളായിരിക്കണം. ഇപ്പൊ കൺസ്ട്രക്ഷൻ, സിവിൽ, ഇലക്ട്രിക്കൽ, പിന്നെ നേഴ്സിംഗ്, അങ്ങനെ കുറച്ച് കോഴ്സുകളുണ്ട്. നമുക്ക് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ കിട്ടും. ആ കോഴ്സുകൾ എത്ര ടൈം പീരീഡോ, ലെവൽ 7 ലെവൽ 8 കേട്ടോ, എത്ര ടൈം പീരീഡോ ന്യൂസ് സ്പെൻഡ് ചെയ്യണം, ആ ടൈം പീരീഡ് തന്നെ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടും. ഇപ്പൊ ഞാൻ 2 ഇയർ പഠിക്കണമെങ്കിൽ 2 ഇയർ സ്റ്റേ ബാക്ക്. ലെവൽ 7 ലെവൽ 8 3 ഇയർ പഠിക്കുകയാണെങ്കിൽ 3 ഇയർ സ്റ്റേ ബാക്ക്. 4 ഇയർ പഠിക്കുകയാണെങ്കിൽ 4 ഇയർ സ്റ്റേ ബാക്ക്. അങ്ങനെയാണ് ലെവൽ 7 ലെവൽ 8. ഇൻ കേസ് ലെവൽ 9 അതായത് മാസ്റ്റേഴ്സ്, MBA അല്ലെങ്കിൽ MS, അങ്ങനെ എന്ത് കോഴ്സ് ആണെങ്കിലും നമ്മള് 1 ഇയർ കോഴ്സ് ആണെങ്കിൽ 1.5 ഇയറോ 2 ഇയറോ, മൂന്ന് ടൈപ്പ് ഉണ്ട്. അതിനകത്ത് നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് 3 ഇയർ സ്റ്റേ ബാക്ക് കിട്ടും. ഓക്കെ. സോ ന്യൂസിലാൻഡ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണോ വേറെ കൺട്രി വെച്ച് നോക്കുമ്പോൾ? ഇപ്പൊ മെനി സ്റ്റുഡൻസ് ആർ ഗോയിങ് ഫോർ കാനഡ, റൈറ്റ്? അപ്പൊ കാനഡനെ വെച്ച് നോക്കുമ്പോൾ, അല്ല US-നെ വെച്ച് നോക്കുമ്പോൾ, വേറെ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ, ഈസ് ഇറ്റ് എ ബെറ്റർ ചോയ്സ്? അത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പൊ എന്നെ തന്നെ ഞങ്ങളൊരു ജസ്റ്റ് ഔട്ടിങ്ങിന് പോയിരുന്നു, സിറ്റി ജസ്റ്റ് കറങ്ങാൻ വേണ്ടി. അപ്പൊ അവൻ 2 ഇയർ കാനഡയിൽ പഠിച്ചതാ. അവൻ ഇപ്പൊ ന്യൂസിലൻഡിലാ. അവൻ വർക്ക് വീസയിൽ വന്നേക്കുന്നത്, അവന്റെ റിലേറ്റീവ് വഴി വന്നേക്കുന്നത് ഒരു റെസ്റ്റോറന്റ് മാനേജറായിട്ട്. അപ്പൊ ഇവന് ഇവിടെ ഉണ്ട്. പക്ഷെ അവന്റെ എക്സ്പെക്ടേഷൻ അവന് കാനഡ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം കാനഡയിൽ കുറെ പീപ്പിൾസ് ഉണ്ട്, നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇവിടെ ഇല്ലാന്നല്ല, പക്ഷെ അവന് ഇപ്പൊ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മള് നമ്പർ ഓഫ് പീപ്പിൾസ് വെരി ലെസ്. അങ്ങനെ ചുമ്മാ കറങ്ങാനും അത്രക്കില്ല അല്ലെ? ഇപ്പൊ നമ്മുടെ നാട്, ഇപ്പൊ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത്, നാട്ടിൽ മിസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ ഷോപ്സ് ഒക്കെ ഇപ്പൊ കുറച്ചുകൂടെ വിന്റർ കഴിഞ്ഞ് മാറി സമ്മറിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആണെന്ന് പറയണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പൊ ആക്റ്റീവ് ആയിട്ടില്ല. ഇപ്പൊ ചെറുതായിട്ട് തണുപ്പുണ്ട്. എന്നാലും
ഇവിടുത്തെ ഷോപ്സ് ഒക്കെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എല്ലാം ക്ലോസ് ആവും. ഉം. 6:30 7 മണിയാകുമ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഫുൾ സിറ്റി ഓഫ്. സിറ്റി ഉം. എന്ന് പറഞ്ഞാൽ ഓഫ് സിറ്റി പബ്ബുകളില്ലേ, ഉം. പബ്ബുകൾ, നൈറ്റ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ പബ്ബുകൾ അത് മാത്രം ഓൺ ആവുള്ളൂ. ബാക്കി എല്ലാം ഓഫ്. ഉം. നമുക്ക് ടേക്ക് അവേകൾ മാത്രം. അപ്പൊ KFC അങ്ങനത്തെ സംഭവം നമുക്ക് ടേക്ക് അവേകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉം. ബാക്കി ഓഫ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഒരു നാട്ടിലെ ഒരു ഇതില്ലേ, ഇപ്പൊ നമ്മളിപ്പോ ഒരു നൈറ്റ് നൈറ്റ് ലൈഫ് എക്സ്പെക്ട് ചെയ്ത് നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫ് ആളുകൾ. എന്ന് പറയുന്നത് ഉം. പബ്ബുകളോ അങ്ങനത്തെ അത് മാത്രമേ ഉള്ളൂ. ഉം. അല്ലാണ്ട് ഒരു നൈറ്റ് ലൈഫ് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഉം. ഫുള്ളും ഓഫാ. ഒരു 7 മണി കഴിഞ്ഞാൽ ഫുള്ള് ഓഫാ. So in your പിന്നെ it's like ഏഹ് ഒരു in your opinion it's like ഒരു നൈറ്റ് ലൈഫ് അല്ലാതെ ഭയങ്കര എൻജോയ്മെന്റും കളിയും ചിരിയും എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയ കൺട്രി അല്ല അല്ല ന്യൂസിലാൻഡ്. അത് ഓക്കെ ഓക്കെ കളി ശരിയല്ല, ഒരു ജസ്റ്റ് കാം ആൻഡ് ക്വയറ്റ് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കാൻ. പീസ്ഫുൾ. പിന്നെ ഒരു ഫാമിലി ഓറിയന്റഡ്, നമുക്ക് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് gather ചെയ്തിട്ട് പോവാം. പിന്നെ നല്ല സീനറീസ് കാണാം. ഇപ്പൊ നമ്മുടെ മൂന്നാറൊക്കെ പോലെ ഊട്ടി അങ്ങനത്തെ കുറെ സീനറീസ് ഉണ്ട്, നമുക്ക് കാണാൻ നല്ല ഭംഗിയാ. അങ്ങനെ ഒരു ലൈഫ് അവർക്ക് ബെറ്ററാ. ഒരു മെട്രോപൊളിറ്റിക്കൽ ബാംഗ്ലൂരിലുള്ള ലൈഫ് അങ്ങനത്തെ ഒരു ലൈഫ് ഒന്നും ഫുൾ ടൈം സിറ്റീസ് ഓൺ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് ഒരു ഡ്രോബാക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട്. വെതർ എങ്ങനെയുണ്ട്? ഭയങ്കര തണുപ്പാണോ? അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പനി പിടിച്ചോ? എന്താ എങ്ങനെയുണ്ട്? വന്നപ്പോ തന്നെ ജസ്റ്റ് ഒരു തൊട്ടയും വന്നിരുന്നു. പിന്നെ ഒരു പനിയും പിടിച്ചിരുന്നു. പക്ഷെ വെതർ വലിയ സീനൊന്നുമില്ല. ഏകദേശം ഒരു 10-നും 20-നും ഇടയ്ക്കായിരിക്കും ഓൾമോസ്റ്റ്. ആ കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് മെഡിസിൻസ് കിട്ടാനൊക്കെ എളുപ്പമാണോ അതോ ബുദ്ധിമുട്ടുണ്ടോ? ഇവിടുത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല, വളരെ മോശമാണ്. ഹെൽത്ത് കെയർ ഇവിടുത്തെ ഫ്ലോപ്പാന്ന് ഞാൻ പറയുള്ളൂ. അതായത് നമ്മളിപ്പോ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കുറെ വീക്സ് വെയിറ്റ് ചെയ്യാൻ തരും. എമർജൻസി മാത്രമേ നമുക്ക് ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ നിങ്ങൾക്കിപ്പോ അത്യാവശ്യം ഇപ്പൊ ചെറിയ പനിയൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 1 hour ആണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 1 hour 2 hour വെയിറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 7 hour 8 hour 9 hour ഒക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യാൻ തരും. അല്ലെങ്കിൽ പ്രൈവറ്റ് പോയി കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാം. എല്ലാം എക്സ്പെൻസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ പ്രൈവറ്റ് പോയാൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ, ക്ലെയിം ചെയ്യാം. സ്റ്റുഡൻസ് ആയാലും ഇൻഷുറൻസ് ഉണ്ട്. നമുക്കത് തുടക്കം നമ്മൾ പേ ചെയ്ത് തരും, നമുക്കത് റിക്കവർ ആയിട്ട് തിരിച്ചിട്ടും. അതിനകത്ത് ഹെൽത്ത് കെയർ ഫുള്ളും ഫ്ലോപ്പാന്നേ പറയുള്ളൂ. ആണല്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് ഞാൻ വീട്ടിലെ നാട്ടിലെ ഫുഡൊന്നും മിസ് ചെയ്യണില്ല. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പരിപ്പുവട, പഴംപൊരി ഇല്ല, പഴം കിട്ടാനില്ല. ബാക്കിയെല്ലാം പഴം കിട്ടില്ല, ഏത്തപ്പഴം കിട്ടില്ല. ബാക്കി നാട്ടിലെല്ലാ ഫുഡും ഞങ്ങൾ ഉണ്ടാക്കും. ഫുഡ് മിസ് ചെയ്യണേ, എല്ലാം കിട്ടും, നാട്ടിലെല്ലാം കിട്ടും കേട്ടോ. പിന്നെ എക്സ്പെൻസീവ് ആണോ? എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുണ്ടോ? എക്സ്പെൻസീവ് കാര്യത്തില് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കണോണ്ട്, ഞാൻ ഫസ്റ്റ് ആദ്യത്തെ വീക്ക് നിന്നത് ഒരു വീട്ടിലായിരുന്നു. എനിക്ക് വീക്കില് $150 ആയിരുന്നു, $150 പെർ വീക്ക്. അതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ആയിരുന്നു, വാട്ടർ, ഇലക്ട്രിസിറ്റി എല്ലാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഫുഡിന്റെ എക്സ്പെൻസാ. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല എക്സ്പെൻസ് വരും. വീട്ടിലെ ആദ്യത്തെ ഒരു ആഴ്ചത്തെ എക്സ്പെൻസ് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ സാധനം ഉണ്ടായില്ല, കുറച്ച് നമുക്ക് മേടിച്ചായിരുന്നു. പക്ഷെ എന്നാലും അതൊരു 200, 220, 230 ആവറേജ് 150 വീക്കില് റെന്റിൽ നിൽക്കുകയാണെങ്കിൽ വരും. 250 അടുത്ത് വരും. ഇൻ കേസ് 200 അടുത്ത് നിൽക്കുകയാണെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ നമുക്ക് അത് കയറാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു ആവറേജ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ 200-നും 300-നും ഇടയ്ക്ക് നിൽക്കും റെന്റ് വരും. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു വീട്, അപ്പൊ ഞങ്ങളൊരു 6 പേരുണ്ട് ഇവിടെ, ഒരു വീട് എടുത്തേക്കുന്നത് ഇവിടെ. അപ്പൊ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്കിവിടെ വീക്കിലി എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഒരു 200-ന്റെ അടുത്ത് തന്നെ, ഒരു 150-ന് 200-ന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. സ്വയം എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക് ഫ്രം യുവർ ഹാർട്ട് ഓർ സംതിങ്, ഹൃദയത്തിൽ നിന്ന് വല്ലതും പറയാനുണ്ടോ അബൌട്ട് ന്യൂസിലാൻഡ്, ഐൽസ് ആൻഡ് എവരിതിങ്? ഹൃദയത്തിൽ നിന്നിട്ടാ നമ്മൾ കരിയർ പാഷൻ ഓറിയന്റഡ് വരാണെങ്കിൽ
ആ കരിയർ റിലേറ്റഡ് ഇപ്പൊ എന്റെ ഇലക്ട്രിക്കലിന് ന്യൂസിലാൻഡ് അത്ര കമ്പനീസ് എനിക്ക് തോന്നുന്നില്ല, കുറെ വലിയ വലിയ കമ്പനീസ് ഒന്നും ഇല്ലാന്ന്. കരിയർ ഫോക്കസ്ഡ് വരാണെങ്കിൽ ആ കൺട്രീസ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ അറ്റാച്ച്മെന്റ് അങ്ങനെ രീതിയിൽ ലൈഫാണ് താല്പര്യപ്പെടണമെങ്കിൽ ന്യൂസിലാൻഡ് ഓപ്റ്റ്. വൺ മോർ ക്വസ്റ്റ്യൻ, ചേട്ടൻ IELTS ഓൺലൈൻ അല്ല ചെയ്തത്, ടെലിഗ്രാം എല്ലാം ഓൺലൈൻ തന്നെയാണല്ലോ. അപ്പൊ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഓഫ്ലൈൻ പോലെ തന്നെ ഓൺലൈൻ കിട്ടുമോ, അല്ല എന്താ വ്യത്യാസം, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? സോ ഫാർ ബെറ്റർ ദാൻ ദി ഓഫ്ലൈൻ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ ഇഷ്ടമുള്ള ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന്. പിന്നെ ഓഫ്ലൈനിൽ നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോ ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാണെങ്കിൽ, ഞാൻ പോയിട്ടുള്ള മുമ്പ് പോയതായിരുന്നു, ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാണ്. അങ്ങനത്തെ നമ്മള് എത്ര എമൗണ്ട് ഓഫ് ടൈംസ് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടും. അത് വളരെ ആ എത്ര അത് വളരെ ലിമിറ്റഡ്. പക്ഷെ ഓൺലൈനിൽ നമ്മൾ 3 hours 2 hours സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫുൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം. ന്യൂസിലാൻഡിൽ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മള് നാട്ടിലുള്ള 1 hour വർക്ക് ഇവിടെ അവേഴ്സ് അല്ലോ വർക്ക് ചെയ്യുന്നത്. 1 hours മിനിമം വേജ് ഏകദേശം 22.7 ഉണ്ട്. പക്ഷെ 1 hour വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി ഇവിടെ 1 hour. നമ്മളിപ്പോ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ വയസ്സ് വർക്ക് പേ ഇല്ല. അങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ ഓഫ്ലൈൻ ഇപ്പൊ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൺലൈനെ ഓൾമോസ്റ്റ് പ്രിഫർ ചെയ്യുള്ളൂ. കാരണം നമ്മുടെ ബാക്കിയുള്ള ടൈം നമുക്ക് നമ്മുടേതായ സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ടൈം നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും, അതിനുള്ള ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇപ്പോ IELTS സ്റ്റുഡൻസോ അല്ലാതെ വേറെ ഏത് സ്റ്റുഡൻസ് ആണെന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ ഓൺലൈൻ ആവും ഒന്നും കൂടി ബെറ്റർ ഓപ്ഷൻ അല്ലേ? In the case of IELTS, if almost always I prefer to online mode. Yeah. And what are the advantages of my classes? Come on, Farah. എന്റെ ക്ലാസ് പറഞ്ഞോ നീ തന്നെ പൊക്കി പറയണോ? പൊക്കിക്കോ, എനിക്ക് പറയാൻ ഇഷ്ടാ. നീ ഏത് സമയം നീ ഫീഡ്ബാക്ക് വരും സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ, എവിടെയാ തെറ്റി, അതെങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും, എവിടെയാ നമ്മുടെ മോഡുലേഷൻ കറക്റ്റ് ആക്കുക, എല്ലാം ഈസി ആയിട്ട് പറഞ്ഞുതരും. ഞാൻ മുമ്പ് ആദ്യം വെച്ച് സ്പീക്കിംഗ് ലൈക്ക് ബ്ലാ 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 സ്പീഡിൽ പറഞ്ഞു പോയാൽ നമുക്ക് ഫ്ലുവന്റ് ആയെന്ന് വെച്ചാൽ, പക്ഷെ അതല്ല ഫ്രണ്ട്സ്, നീയാണ് എനിക്ക് വരെ പഠിപ്പിച്ചു തന്നെ. ഓക്കെ. പിന്നെ നിന്റെ റീഡിങ്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 ക്ലാസ് സ്പീക്കിംഗ് റീഡിംഗ് ആണ്. റീഡിംഗ് ഒക്കെ നിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആകെ 2 ക്ലാസ് അവിടെ ഇരുന്നു, 2 ക്ലാസ് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് ഓർത്തായിരുന്നു. കറക്റ്റായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർ പറഞ്ഞിട്ട് പിക്ക് ചെയ്യാൻ പറയുന്നത് നല്ല സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ്. If you are suggesting my classes and my things to others, why would you recommend me? I always definitely I recommend to Arshit. നിന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് because you have talent. That's and the best example ആണ് Aaron and me. Yeah. So thank you so much, Deepak Gatto, for joining us. Okay. And Deepak ചേട്ടനെ കോൺടാക്ട് ചെയ്യാം ത്രൂ മീ. അല്ലാതെ ദീപക് ചേട്ടൻ കാര്യമായിട്ട് he is more like a ghost, right? Yeah. So okay. It's a good option if you are more like family oriented, if you like peace, serenity and all, rather than the nightlife and a lot of exposure. New Zealand is more like calm people. Yes. അഥവാ നിങ്ങൾ പോവാണെന്ന് വെച്ചാൽ ദീപക് ചേട്ടനെ മീറ്റ് ചെയ്യാം, ചേട്ടൻ വലിയൊരു പാർട്ടി തരും അല്ലേ? എന്തായാലും തരും. Yeah. So that's all about the video. I hope all of you enjoyed it. If you enjoyed it, subscribe to us. Okay. And more videos ഇനി വന്നുകൊണ്ടിരിക്കും. ദീപകേട്ടന്റെ ഇനിയും ഇന്റർവ്യൂസ് എടുക്കാം അല്ലേ ദീപകേട്ടോ? എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ ഇന്റർവ്യൂ ആൻഡ് ഓൾ. ഇപ്പൊ 3 ദിവസം ഒരു 1 year കഴിഞ്ഞിട്ട് എന്താണ് എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അപ്പൊ ശരിക്കുള്ള ഡിഫറൻസ് മനസ്സിലാവും, എങ്ങനെയുണ്ട് അവിടുത്തെ ലൈഫ് എല്ലാം. ഇപ്പൊ ജസ്റ്റ്
ശിശുവാണ്, എനിക്കൊന്നും അറിയില്ലല്ലോ. And then പഠിച്ചു പഠിച്ചു. yeah, he's a little baby right now. And Yeah. maybe 1 year ആൾക്ക് 2 ഗേൾ ഫ്രണ്ട്സും എല്ലാം ആയിട്ടുണ്ടാവും. Mm, So, definitely. so don't forget to subscribe if you got any doubts. Comment down below. Okay. And if you're looking for IELTS classes, I'm the guy for you. And ദീപകേട്ടനെ പോലെ പഠിപ്പിക്കാം, Mm. പറപ്പിക്കാം. പറക്കാം. Yeah, ദീപകേട്ടനെ പോലെ പറക്കാം. So thank you for joining. You watched the video with Deepaket and Han, how it was for him, how New Zealand is kind of quiet, not a lot of nightlife and everything. But still, you'll like the country if you are into it, if you prefer peace and everything. It's a good country to go for. So I hope you enjoyed it. If you found it helpful and information packed, share it with your friends and others who are planning for New Zealand or any other country. If you got any doubts, comment down below. Otherwise, you can contact me on this number. It's better that you text me on WhatsApp rather than ringing me. Okay, so thank you again for watching. One more thing, we are on Instagram and Telegram, so you can join over there. Telegram is more about IELTS and how IELTS is done. About the services that we offer, we provide coaching for IELTS, PTE, and OET. Apart from that, we provide SOP writing services, first assistance, and visa. If you want any of that, just contact me on this number that I already gave you. Okay, so that's about all about it. If you found this helpful again, yeah, I'm telling you again, just share it with others. Don't forget to subscribe if you aren't subscribed. Give it a like, it means a lot. Tell me how the video is, how you felt about it, because it takes some time and effort to record all this and edit it. Even for this video, I had to take it again and again. People will be like, ah, it's Celestial, this dude just does it. And I just feel like nothing. But for me also, it takes 2 or 3 takes to get it right. Sometimes I'll just mess it up. I'll do something funny. Okay, I do that. Yeah. So that's the thing. So I'd really appreciate it if you support me. Thank you so much again for watching.